ചേട്ടാ ഈ പ്രേക്ഷകരുടെ ഈ ഒരു പ്രതികരണം കണ്ടിട്ട് എന്താണ് പറയാനുള്ളത്? എന്താ പ്രതികരണം കണ്ട സന്തോഷം. ഇപ്പൊ കണ്ടവരെല്ലാവരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മറിമായം പ്രതീക്ഷിച്ച് വരുന്നു, എന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് വേറൊരു സാധനമെന്നാണ് എല്ലാവരും പറയുന്നത്. തന്നെയാണ് ഞങ്ങളും ആഗ്രഹിച്ചത്. കാരണം മറിമായം കാണുന്ന ആളുകൾ ഒരു പക്ഷേ അതിൻ്റെ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടാവും. പക്ഷേ സിനിമ അവർക്ക് അതിൻ്റെ മുകളിലാണെന്നുള്ളത് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഉദ്ദേശിച്ച സംഗതികൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ആളുകൾ കൃത്യമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്, അവർ ചിരിക്കുന്നുണ്ട്, നന്നായി ആസ്വദിക്കുന്നുണ്ട്. അതിനേക്കാൾ വലിയ സന്തോഷം വേറെ ഒന്നുമില്ല. പിന്നെ ഈ റിലീസിങ് ടൈമില്ലേ, ധനുഷിൻ്റെ ഒക്കെ ബിഗ് ബഡ്ജറ്റ് ഫിലിമൊക്കെ ഇറങ്ങിയതാണ്. അപ്പം ഈ ഒരു ടൈമിൽ റിലീസ് ചെയ്യാൻ ഈ ഒരു ടൈം തിരഞ്ഞെടുത്ത് ഒരു നല്ല ടൈമാണെന്ന് തോന്നുന്നുണ്ടോ? അതൊന്നും കുഴപ്പമില്ലെന്നേ. ഇപ്പോൾ നമ്മുടെ സിനിമകൾ കാണാൻ താല്പര്യമുള്ള ആളുകൾ അത് കാണും, മറ്റേ സിനിമ കാണാൻ താല്പര്യമുള്ളവർ അതും കാണട്ടെ. എല്ലാ സിനിമകളും വിജയിക്കണം എന്നാണ് സത്യത്തിൽ നമ്മൾ മനസ്സുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിന് കുറേ ആളുകൾ കാണാൻ വരികയാണെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ നമ്മുടെ പടവും ഒരുപക്ഷെ കണ്ടുവന്നിരിക്കും. അതൊക്കെ നല്ലതല്ലേ. പിന്നെ ഇന്നലെ സൈനിക ഇന്നലെ പ്രൊമോഷന്റെ കാര്യത്തെ പറ്റി ചോദിച്ചപ്പോഴത്തേക്കിനും പറഞ്ഞിരുന്നു ആവശ്യമായിട്ടുള്ള പ്രൊമോഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പടത്തിന്റെ പേരിൽ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എല്ലാ മൂവിയും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തുടങ്ങുന്നതാണ്. ഇതിൽ നോക്കിയിട്ട് ഇതിനെപ്പറ്റി ഒന്നും കണ്ടൊന്നുമില്ല. നമ്മുടെ ന്യൂജൻ മൂവി അല്ലല്ലോ, അവർ 30 വയസ്സിന് മുകളിലുള്ളവരെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളത്. അവർക്ക് ഈ മൗത്ത് പറഞ്ഞിട്ടുള്ള പബ്ലിസിറ്റിയിൽ പടം കണ്ടാണ് ശീലം. ആ ഒരു ഇൻസ്റ്റാഗ്രാം വർക്കായിരുന്നെന്ന് എനിക്ക് തോന്നുന്നല്ലേ സാർ? ആ കണ്ടവർ ഇഷ്ടപ്പെട്ട് പറയുന്നുണ്ട്. മറ്റത് ഒരുവിധം കുടുംബരികളും പ്രായം ചെന്നവരൊന്നും ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കൊന്നും നോക്കണില്ലല്ലോ. അപ്പോൾ പുതിയ പടങ്ങളൊക്കെ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുകയും ഒരുവിധം സമാധാനമുള്ള ആളുകളുടെ പടങ്ങൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യാമെന്ന് ഓർത്തിട്ടാണ്. ചെയ്യാതിരുന്നിട്ടില്ല, ചെയ്തിട്ടുണ്ട്. അതും നമ്മളെ കൊണ്ടായത് പരമാവധി ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തുടക്കം തൊട്ടേ പറഞ്ഞത് നിങ്ങൾ തിയേറ്ററിൽ വന്ന് പടം കാണാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങളുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പറയുന്ന ഇൻ്റർവ്യൂ തൊട്ടേ പറഞ്ഞിട്ടുണ്ട്. അത് അവർക്ക് ഇഷ്ടപ്പെടേണ്ട അവർ പറയുന്നുണ്ട്. തിയേറ്ററിൽ ആൾ വരുന്നുണ്ട്, എല്ലാ ഷോയും ഫുള്ളായിട്ട് ഓടുന്നുണ്ട്. ഇത്രയും വലിയ മഴയും ഇത്രയും വലിയ പടങ്ങളുടെയൊക്കെ ഇടയിൽ മറിമായത്തിനെ സ്നേഹിക്കുന്ന ആളുകൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറിമായത്തിൽ എല്ലാവരും ഉൾപ്പെടുത്തിയെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ നിലവിൽ അഭിനയിക്കുന്നതും ഒരു സീനെങ്കിലും അഭിനയിക്കുന്നതോ നിലവിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതുമായ ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ മഞ്ജു പത്രോസ് ചേച്ചിയെ കാണുന്നില്ലല്ലോ എന്ന് ഒരുപാട് ആൾക്കാരെങ്കിലും ചോദിച്ചായിരുന്നു. അതിനെപ്പറ്റി മഞ്ജു ഇപ്പോൾ നിലവിൽ മറിമായത്തിൽ അഭിനയിക്കുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ മഞ്ജുവിനെ ചോദിക്കണമെങ്കിൽ എന്താണ്? മഞ്ജുവിന വലിയ ആർട്ടിസ്റ്റാണ്, മറിമായത്തിലൂടെ വന്നതാണ്, മലയാളികൾക്കൊക്കെ വലിയ ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ ഈ പടത്തിൻ്റെ സമയത്ത് അവർ മറ്റു വർക്കുകളുമായിട്ട് ഡേറ്റ് കറക്റ്റായിട്ട് വന്നിട്ടില്ല. പിന്നെ നിലവിലിപ്പോൾ അങ്ങനെ ഒഴിവാക്കിയെന്ന് പറയാനില്ല. നമ്മൾ ഇതിൽ പറ്റണവരെല്ലാവരും ക്യാരക്ടറിന് പറ്റണവരൊക്കെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് മറിമായത്തിൽ നിലവിൽ നിൽക്കണവരെ ഒഴിവാക്കാതെ അതിന് പറ്റിയ ആളുകളെ നമ്മൾ വിളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആരും മനഃപൂർവ്വം ഒഴിവാക്കിയിട്ടില്ല ഇത്. അല്ല, ഇപ്പം ഇത് പ്രോഗ്രാം മറിമായം തുടങ്ങുമ്പോൾ തന്നെ ലോലിതൻ അതിലുണ്ടായിരുന്നല്ലോ. ഒരു സീനെങ്കിലും ലോലിതന് കൊടുക്കാമായിരുന്നു എന്നും കൂടെ ആൾക്കാരിങ്ങനെ പറയുന്നത്. ആൾക്കാർക്ക് വീതം വെക്കാൻ വേണ്ടി ചെയ്തതല്ല. ഒന്ന്, നമ്മളൊരു സ്ക്രിപ്റ്റ് എഴുതിയുണ്ടാക്കി. അപ്പോൾ അത് ഏറ്റവും മനോഹരമായിട്ട് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ആളുകളെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയോട് കൂടിയിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഇപ്പോൾ മറിമായത്തിന് അഭിനയിക്കുന്ന ആളുകൾ നമുക്ക് പെട്ടെന്ന് വിളിച്ചാൽ കിട്ടാവുന്ന ആളുകൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്തു, അത്രേ ഉള്ളൂ. അല്ലാതെ ബോധപൂർവ്വം നമ്മൾ ആരെയും ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. അങ്ങനെ സംഭവമേ നടന്നിട്ടില്ല. നീ ഇതന്നെ കുത്തി ചോദിക്കുന്നത് സുമേഷ് എത്രമാത്രം മിസ് ചെയ്യുന്നു? സുമേഷ് എത്രമാത്രം മിസ് ചെയ്യുന്നു? അയ്യോ, മിസ് ചെയ്യുന്ന ചോദിക്കാൻ അത് പിന്നെ ഉണ്ടാവുമല്ലോ. നമ്മൾ പടത്തിൽ പെടുത്തിയിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ ക്യാരക്ടർ സുമേഷ് ചെയ്യുന്നത് പടം കണ്ടാൽ ഈ കോലുമായിട്ട് നടക്കാതെ ഇത് ഇടയ്ക്ക് കാണുക, എന്നിട്ട് സത്യസന്ധമായ അഭിപ്രായം ആളുകളോട് പറ. വെറുതെ വലിയവരും പറഞ്ഞുകൊണ്ടത് മാത്രം ചോദിക്കല്ലേ നീ. സുമേഷേട്ടൻ സലീം ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ അച്ഛൻ്റെ ക്യാരക്ടറാണ്. അയാൾ മരിച്ചുപോയി, അത്രയേ ഉള്ളൂ. സിനിമയിൽ ഞങ്ങളുടെ കൂടെ ഉണ്ട്. പിന്നെ നമ്മുടെ ഷൂട്ടിംഗ് ഉള്ള സമയത്ത് സമയക്കുറവ് കാരണം അവർ ബിസിയായ കാരണം നമുക്ക് പലരെയും പങ്കെടുപ്പിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട്. അവരുടെ സമയക്കുറവ്. എന്താ പറയാനുള്ളത്? അയ്യോ, എന്താ പറയാനുള്ളത്? സന്തോഷം, ഭയങ്കര സന്തോഷം. നമ്മുടെ ഒരു ചെറിയ സിനിമയാണ്. നമ്മുടെ ആളുകൾ നമ്മുടെ ഒപ്പം ഇങ്ങനെ നിൽക്കുന്നു, അല്ലെങ്കിൽ മറിമായത്തിനെ സ്നേഹിക്കുന്ന ആളുകൾ ഇത്രയധികം നമ്മളോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷം. ആ സിനിമ അവര് കണ്ട് ആസ്വദിക്കുന്നുണ്ട്. മണിയേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സീനുകളും ചിരി കിട്ടേണ്ട സ്ഥലത്തൊക്കെ കറക്റ്റ് നമ്മൾ പ്രതീക്ഷിച്ച സ്ഥലത്തൊക്കെ ചിരി കിട്ടിയിട്ടുണ്ട്. അതേപോലെ സെന്റിമെന്റ്സ് ഉള്ള സീനുകളൊക്കെ അവർ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ അതൊക്കെ സ്വീകരിച്ചിട്ടുണ്ടെന്ന് വിശ്വാസം. അപ്പം വലിയ സന്തോഷം. കാരണം നമ്മളൊന്നും വലിയ സിനിമയല്ല, നമ്മുടെ ചെറിയ സിനിമയാണ്.
പക്ഷെ അത് ഇത്രയധികം ആളുകൾ നെഞ്ചോട് ചേർക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷം. ഇത് ആളുകൾ സ്വീകരിച്ചിരിക്കുകയാണ് ഓൾറെഡി. അപ്പം ഈ ഒരു നെക്സ്റ്റ് പ്രൊജക്ട് ആലോചനയിലുണ്ടോ? എന്തായാലും ഇതിന്റെ ഒരു ആരവം ഒന്ന് ഒതുങ്ങിയിട്ട് ആലോചിക്കുന്നുള്ളൂ. ഓക്കെ.